നമസ്കാരം ടൈറ്റൻസ്. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ നിങ്ങളുടെ അടുത്ത് 3 ചോദ്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ചെറിയ വയസ്സിൽ ഏത് സബ്ജക്റ്റാണ് നിങ്ങൾ കൂടുതൽ വെറുത്തത്? ഹിസ്റ്ററി, ഫിസിക്സ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴാണ് അത് പഠിക്കാൻ തുടങ്ങിയത്? ലൈഫ് ഈസ് എ ലേണിംഗ് പ്രോസസ്. ഞാൻ ഇപ്പോഴും പഠിക്കാ. ഓക്കെ, അത് എപ്പോഴാണ് തുടങ്ങിയത്? ജനിച്ചപ്പോ തന്നെ, ജനിക്കുന്നതിന് മുൻപേ തന്നെ. അതെ, ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ. കറക്റ്റ്. ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഈസ്, ഇമാജിൻ ഹിസ്റ്ററിയും ഫിസിക്സും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നപ്പോ ആരെങ്കിലും വന്ന് ദിവസേന നിങ്ങൾ പഠിക്കേണ്ടത് ഇതാണ്, അതും ജീവിതം മുഴുവനും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയുണ്ടാവും? അവരെ ഇല്ലാതാക്കും. എക്സാക്ട്ലി സർ, ദാറ്റ്സ് ഹൗ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ ജനിക്കുമ്പോ ഏകദേശം എല്ലാവരുടെ മൈൻഡും ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷെ നമ്മൾ വളരും തോറും, അതായത് ഈ ലോകത്തെയും സാധനങ്ങളെയും കണ്ടുകണ്ടാണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അതിൽ ചില കുട്ടികൾ ഹിസ്റ്ററിയിൽ വളരെ നന്നായിരിക്കും, ചില കുട്ടികൾ ഫിസിക്സ് നന്നായി പഠിക്കും, പിന്നെ ചില കുട്ടികൾ വളരെ എക്സ്ട്രോർഡിനറി ആയിരിക്കും, അവരെല്ലാം പഠിക്കും. ചില കുട്ടികൾ നോർമൽ ആയിട്ട് നമ്മളെ പോലെ ആയിരിക്കും. ചിലത് അവർക്ക് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടാതിരിക്കും. ആൻഡ് ദെൻ ചില മൈൻഡ് കുറച്ച് വൈഡ് ആയിരിക്കും, അവർക്ക് പഠിക്കാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ 3 തരത്തിലുള്ള ലേണിംഗ് സിനാരിയോയെ ഏൽക്കാൻ തയ്യാറാണോ? ടൈറ്റൻസ്, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഭാരതത്തിൽ ജനിക്കുന്ന 7 കുട്ടികളിൽ ഒരു കുട്ടി ന്യൂലി ഡെവലപ്ഡ് ഡിസീസ്, അതായത് ആർട്ടിസം, ലേണിംഗ് ഡിസബിലിറ്റി ഓർ ഈവൻ ഡൗൺ സിൻഡ്രോം എഫക്റ്റ് ആകുന്നുണ്ട്. അവരുടെ തലച്ചോറ് കുറച്ച് വ്യത്യസ്തതയുണ്ടാവും. അവരും പഠിക്കും, അവരും ട്രെയിനിങ്ങും എടുക്കാറുണ്ട്. പക്ഷേ ടൈറ്റൻസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? വെറും 2 മണിക്കൂറിൽ ഒരു ദിവസം ഇവര് പഠിച്ചാലോ അല്ലെങ്കിൽ ട്രെയിനിങ് എടുത്താലോ അത് അവർക്ക് മതിയാകുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഇല്ല. ഒരു കാലത്തിന് ശേഷം നമുക്ക് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻ, അതായത് അൽസൈമേഴ്സ്, ഡിമെൻഷ്യ, അതായത് മറക്കുന്ന അസുഖം, അതായത് പാർക്കിൻസൺസ്, മൂവ്മെന്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ചിലർക്ക് സ്ട്രോക്സ് വരാം. അവരുടെ ബോഡി മൂവ്മെന്റ്സ് ഫുൾ ആയിട്ട് നിന്ന് പോകും. അതിനവര് റിക്കവർ ആകണം. ഈ 2 കേസിലും അവരെ തന്നെ റീട്രെയിൻ ചെയ്യേണ്ടിയുണ്ട്. അപ്പോഴേ അവരെ കൊണ്ട് ദിവസേന ചെയ്യേണ്ട ജോലി ചെയ്യാൻ പറ്റൂ. സോ അത് ന്യൂറോ ഡെവലപ്മെന്റലോ അല്ലെങ്കിൽ ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷനോ നമ്മുടെ ബുദ്ധി ലേണിംഗ് അല്ലെങ്കിൽ റീലേണിംഗ് ചെയ്താകണം. ഈ കാര്യത്തിൽ നമ്മുടെ ബ്രെയിൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇവിടെ വരുന്നതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതാണ് നമ്മുടെ തലച്ചോറിന്റെ പഠിക്കുന്ന ഭാഗം. അതായത് നമ്മൾ ഒരു വശത്ത് പഠിക്കുന്നത് മറക്കാൻ തുടങ്ങുന്നു, അതായത് തലച്ചോറിൽ ഒരു ഭാഗം സ്തംഭിച്ചു പോകും. അപ്പൊ ബ്രെയിൻ ഇൻട്രസ്റ്റിംഗ്ലി ഫിഗേഴ്സ് ഔട്ട് എങ്ങനെയാണ് അത് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ആ കാര്യത്തെ ഫംഗ്ഷനിലാക്കാൻ പറ്റുമെന്ന്. അതാണ് ബ്രെയിനിന്റെ ബെസ്റ്റ് പാർട്ട്. അത് പഠിക്കുന്നത് ഒരിക്കലും നിർത്താറില്ല. ഈ ബ്രെയിനിന്റെ പവറെ പഠിക്കുന്ന സൂപ്പർ പവറായി മാറ്റാൻ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ് മീമോ. മീമോ ഒരു ബ്രെയിൻ ബോഡിയുടെ ഗെയിമിംഗ് കൺസോൾ ആണ്. അത് ബ്രെയിൻ ബോഡി ഗെയിമിംഗിന്റെ സഹായം കൊണ്ട് നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ, ഇമോഷണൽ കൺട്രോൾ പോലെയുള്ള സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് നിങ്ങൾ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക് കൊണ്ട് കളിക്കുന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ബോഡി മൂവ്മെന്റ്സ് കൊണ്ട് ഈ ഗെയിം കളിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ബ്രെയിൻസ് മൂവ്മെന്റിന് വേണ്ടി റീവൈർ ആകും. ഇത് വെറും കുട്ടികൾക്ക് മാത്രമല്ല, ഇത് വലിയവർക്കും വലിയ സഹായകരമാണ്. അതായത് സ്ട്രോക്കിൽ നിന്ന് റിക്കവർ ആകുന്നവർ അല്ലെങ്കിൽ ന്യൂറോ റീജനറേറ്റീവ് ഡിസീസ് വന്നവർക്കും. Titans, Mimo is not a replacement for the traditional therapy. Mimo ന്യൂറോപ്ലാസ്റ്റിസിറ്റിയുടെ സ്കിൽസ് ഉണ്ടല്ലോ, അതിനെ യൂസ് ചെയ്ത് തെറപ്പിയെ ഇനിയും എഫക്റ്റീവായി മാറ്റിത്തരാൻ സാധ്യതയുണ്ട്. വീട്ടിൽ തന്നെ തെറപ്പി ചെയ്യാൻ സഹായമായിരിക്കും, പ്രോഗ്രസ് ആകുന്നതിൽ ഹെൽപ്പ് ചെയ്യും. ടൈറ്റൻസ്, ഞങ്ങളുടെ ശ്രമം എല്ലാ വീട്ടിലേക്കും ഇതുകൊണ്ട് എത്തിക്കുന്നതായിരിക്കും. പിന്നെ ആവശ്യപ്പെടുന്ന അഡൽട്സും കുട്ടികൾക്കും ഇത് യൂസ് ചെയ്യണം. അതിന് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ റേസ് ചെയ്തിരിക്കുന്നത് 2 കോടി രൂപ ഇൻ 6 crore റൗണ്ട്. പറയോ, നിങ്ങൾ ഈ വിഷൻ ആൻഡ് മിഷനിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണോ? സോ ഡോക്ടർ നായർ, ഈ പ്രോഡക്റ്റിന്റെ തുടക്കം എങ്ങനെയായിരുന്നു? ഇത് തുടങ്ങിയത് 2012-ലാണ് സർ. എന്റെ അമ്മയ്ക്ക് വന്ന അസുഖം ഡയബറ്റിക് ന്യൂറോപ്പത്തി. അവരുടെ വലത് കാല് സ്തംഭിച്ചു പോയി. അവർ വളരെ കഷ്ടപ്പെട്ടു, നടക്കാൻ പോലും സാധിച്ചില്ല. അത് കാരണം എന്തായെന്ന് വെച്ചാൽ എന്റെ അമ്മയ്ക്ക് ഒരു സെൻസേഷനും ഇല്ലായിരുന്നു. നമ്മൾ ടച്ച് ചെയ്താലും ടച്ച് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. ചെരുപ്പുണ്ടോന്ന് പോലും അറിയില്ല. 2012 ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു ഡിവൈസ് ഉണ്ടാക്കി. അത് എന്റെ മമ്മിയെ നോൺ ഇൻവിസിബിളി സ്റ്റിമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നു, ന്യൂറോസിലും അന്നാസിലും. 5-ാമത്തെ ആഴ്ച അമ്മയുടെ കാലുകളുടെ വിരലുണ്ടല്ലോ, അത് ചെറുതായിട്ട് അനങ്ങാൻ തുടങ്ങി. അതാണ് ഞാൻ കണ്ട ആദ്യത്തെ വിജയം. After using this, my toes, there are movements and sensations, so I feel much better. അമ്മയ്ക്ക് അത് വളരെയധികം സഹായിച്ചു. 80 to 90% വരെ അവർ ശരിയായി, അവരെ കൊണ്ട് നടക്കാനും സാധിച്ചു. പക്ഷേ ഇന്നൊരു കാര്യം ഞാൻ ഇതിൽ നോട്ടീസ് ചെയ്തായിരുന്നു, അതായത് അമ്മയുടെ സ്ട്രെസ് ഒട്ടും കുറഞ്ഞിട്ടില്ലായിരുന്നു.